വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്ഷേത്ര മാഹാത്മ്യത്തെ കുറിച്ചാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജാക്രമങ്ങളും ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെയും വളരെ വ്യത്യസ്തമായ ആചാരങ്ങൾ ഉള്ള ഒരു മഹാക്ഷേത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കൊട്ടിയൂർ ക്ഷേത്രം. പരമശിവന്റെ, ശിവഭഗവാന്റെ, മഹാരുദ്രന്റെ സ്വയംഭൂ സ്ഥാനമായിട്ടുള്ള സ്വയംഭൂവായി ശിവനെ ആരാധിക്കുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ആ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാ പ്രേക്ഷകരും വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ആചാരക്രമങ്ങളും ആരാധനാ സമ്പ്രദായവും പൂജാകാര്യങ്ങളും ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് മഹാമുനിമാരാണ്. ഒന്ന് പരമശിവന്റെ അരുമശിഷ്യനായിട്ടുള്ള പരശുരാമനും പിന്നീട് ശങ്കരാചാര്യരും. പൗരാണികമായ ഒരു വിശ്വാസം, പൗരാണികമായ ഒരു കഥ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, പരശുരാമനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ, വരുണ ഭഗവാനിൽ നിന്ന് തന്റെ പരശുവിനാൽ കേരളത്തെ വീണ്ടെടുത്ത പരശുരാമൻ ആ കേരള ഭൂമിയിൽ ശിവപ്രീതിക്ക് വേണ്ടിയിട്ടും ശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും തപസ്സിരിക്കുകയാണ്. തപസ് ചെയ്യുവാൻ തീരുമാനിക്കുകയും അങ്ങനെ ഉഗ്രമായിട്ടുള്ള തപം തുടങ്ങുകയും ചെയ്തു. ആ കാലത്തിൽ അങ്ങനെയുള്ള പരശുരാമന്റെ ഉഗ്രമായ തപസ് കണ്ടിട്ട് ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രന് ഒരു ഭയമുണ്ടായി. തന്റെ ഇന്ദ്രപദം നഷ്ടപ്പെടുമോ? പരശുരാമന്റെ തപസ്സിനാൽ ശിവന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് പരശുരാമൻ തന്റെ ഇന്ദ്രപദം നഷ്ടപ്പെടുത്തുമോ എന്നൊരു സംശയവും ഒരു ഭയവും ഉണ്ടാകുകയും അദ്ദേഹം പരശുരാമന്റെ തപസ് ഇല്ലാതാക്കുന്നതിന് മുടക്കം വരുത്തുന്നതിന് വേണ്ടിയിട്ട് കലിയെ നിയോഗപ്പെടുത്തി. ആ കലി പരശുരാമൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ആ അദ്ദേഹത്തിന്റെ തപസ്സിനെ ഭംഗം വരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ തപോനിഷ്ഠയ്ക്ക് ഭംഗം വരുത്തുകയും അദ്ദേഹത്തിന്റെ ശുദ്ധവൃത്തികൾക്ക് ദോഷം വരുത്തുകയും അദ്ദേഹത്തിന്റെ ഏകാഗ്രതയെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുകയൊക്കെ ചെയ്തു. അത് കണ്ട് അങ്ങനെയുള്ള കലിയുടെ ആ പ്രവൃത്തി കണ്ടിട്ട് കുപിതനായിട്ടുള്ള പരശുരാമൻ കലിയുമായി യുദ്ധത്തിലേർപ്പെട്ട് കലിയെ പരാജയപ്പെടുത്തി ബന്ധനസ്ഥനാക്കിയതിന് മേൽ തന്റെ ആയുധമായ പരശുകൊണ്ട് കലിയെ നിഗ്രഹിക്കാൻ ഒരുമ്പെടുന്ന ആ മാത്രയിൽ ത്രിമൂർത്തികളും ദേവന്മാരും അവിടെ പ്രത്യക്ഷപ്പെട്ട് കോപത്താൽ കലിയെ ഇല്ലാതാക്കരുത് എന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് മറുപടിയായിട്ട് പരശുരാമൻ പറഞ്ഞത്, അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ ഞാൻ സൃഷ്ടിച്ച ഈ കേരള ഭൂമിയിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾക്കും മനുഷ്യർക്കും ആർക്കും തന്നെ കലി ബാധിക്കരുത് എന്നൊരു ഉറപ്പ് എനിക്ക് നൽകണമെന്ന് പറഞ്ഞു. അസംഭവമായിട്ടുള്ള ആ ഒരു ആവശ്യം ദേവന്മാർ അംഗീകരിച്ചില്ല. പക്ഷെ അവർ മറ്റൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ എവിടെയാണോ തപസ് ചെയ്തത് അത് ദക്ഷയാഗം നടന്ന ഭൂമിയാണ്. ശിവൻ സ്വയംഭൂവായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയാണ്. ശിവൻ സ്വയംഭൂവായി തന്നെ വസിക്കുന്ന ഒരു ഭൂമിയാണ്. ആ പറഞ്ഞിരിക്കുന്ന വിശേഷപ്പെട്ടുള്ള ഈ സ്ഥലത്ത് വൈശാഖ മാസത്തിൽ ആ ശിവനെ ആരാധിക്കുന്ന പക്ഷം അവർക്ക് കലിബാധ ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു അനുഗ്രഹം നൽകി. അതാണ് കൊട്ടിയൂർ ക്ഷേത്രം. എന്തുകൊണ്ടാണ് കൊട്ടിയൂർ എന്ന പേര് വന്നത് എന്ന് വെച്ചാൽ ത്രിമൂർത്തികൾ കൂടിച്ചേർന്ന സ്ഥലം. അതാണ് കൊട്ടിയൂർ. ത്രിമൂർത്തികളും 30 മുക്കോടി ദേവന്മാരും കൂടിച്ചേർന്ന ആ സ്ഥലം, അതാണ് കൊട്ടിയൂർ. കൂടിച്ചേർന്ന സ്ഥലം ലോപിച്ച് കൂടിച്ചേർന്നു എന്നുള്ള ആ പദം ലോപിച്ച് കൊട്ടിയൂർ ആകുകയാണ് ചെയ്തത്. അങ്ങനെ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും ദക്ഷയാഗത്തിൽ ദക്ഷനെ കൊന്ന ത്രിമൂർത്തികൾ കൂടിയ ആ സ്ഥലമാണ് കൊട്ടിയൂർ. അവിടെ ശിവനെ ആരാധിക്കാൻ ചെല്ലുന്നവർ, ശിവനെ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നവർ, ശിവന് പൂജ നടത്താൻ ചെല്ലുന്നവർക്കെല്ലാം തന്നെ കലിദോഷം ഉണ്ടാകില്ല എന്നൊരു വിശ്വാസം. അവിടെ ചെന്ന് ശിവനെ ആരാധിക്കുന്ന ആർക്കും തന്നെ കലിദോഷം ഉണ്ടാകില്ല. കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചെറിയൊരു അറിവ് മാത്രമാണിത്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.